കേരളത്തിലെ ഏറ്റവും പ്രമുഖ ഹിന്ദു ജാതികളായ നായർ സമുദായവും ഈഴവ സമുദായവും യോജിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുകയാണ്. NSS ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായരും SNDP ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനും ഇത് സംബന്ധിച്ച് ആദ്യ സൂചനകൾ നൽകിക്കഴിഞ്ഞു. ഇതിനിടയ്ക്ക് SNDP ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഒരു കാര്യം പ്രസ്താവിച്ചു. മുൻകാലത്ത് SNDPയും NSSും തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ അട്ടിമറിച്ചത് രാഷ്ട്രീയ പാർട്ടികളാണ്. പ്രത്യേകിച്ച് അദ്ദേഹം പേരെടുത്ത് പറഞ്ഞത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കുറിച്ചാണ്. ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണോ യഥാർത്ഥത്തിൽ കേരളത്തിലെ നായരീഴവ ഐക്യത്തെ തുരങ്കം വെച്ചത്? അത് പരിശോധിക്കുമ്പോൾ അത്ര പൂർണ്ണമായിട്ട് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ലീഗിനും തീർച്ചയായിട്ടും നായർ ഈഴവ സമുദായങ്ങൾ തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കുന്നതിൽ ലീഗിനും അത്ര താല്പര്യം ഉണ്ടാവില്ല. കാരണം അത് കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ വിലപേശൽ ശക്തിയെ തീർച്ചയായിട്ടും പ്രതികൂലമായി ബാധിക്കാനിടയുണ്ട്, സ്വാഭാവികമാണ്. അപ്പോൾ ലീഗിന് അത് താല്പര്യമുണ്ടാവില്ല. പക്ഷേ ലീഗ് മാത്രമാണ്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകളാണ് ഇതൊക്കെ സാധിച്ചെടുത്തത് എന്ന് പറയുന്നതിൽ അത്ര വലിയ കാര്യവുമില്ല. കാരണം ഈ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഹിന്ദു സമുദായത്തിൽ ഏറ്റവും അധികം ഭിന്നിപ്പുണ്ടാക്കിയത് CPM ആണ്. ആശയപരമായിട്ട് CPM സൃഷ്ടിച്ച നാറേറ്റീവുകൾ, അതായത് ആഖ്യാനങ്ങൾ, അതുപോലെ വിശകലനങ്ങൾ, വ്യാജ ചരിത്ര നിർമ്മാണം, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ ഹിന്ദു സമൂഹത്തെ പരസ്പരം ഇഷ്ടമില്ലാത്ത രീതിയിലേക്ക് കൊണ്ടെത്തിച്ചത്. ഇത് അതിൻ്റെ ഒരു വിശാലമായ അർത്ഥത്തിൽ. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ശ്രീ വെള്ളാപ്പള്ളി നടേശനോ സുകുമാരൻ നായർക്കോ ഇങ്ങനെ കീറി പരിശോധിക്കുന്നതിൽ താല്പര്യമില്ലായിരിക്കാം. പക്ഷേ ഇത് അങ്ങനെ വെറുതെ തള്ളിക്കളയേണ്ട ഒരു വിഷയമല്ല. നമുക്ക് ഈ ഉൾക്കാഴ്ചകളിൽ അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. ഉൾക്കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹരികുമാർ. ഇനി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ദയവായിട്ട് നിങ്ങളോടൊരു അഭ്യർത്ഥന നടത്തുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷനായിട്ട് ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നമുക്ക് ഈ വിഷയത്തിലേക്ക് ഒന്ന് കടക്കാം. കേരളത്തിൽ നായർ ഈഴവ സമുദായങ്ങൾ തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കാനുള്ള ശ്രമം അത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയതാണ്. പക്ഷേ പലപ്പോഴും അത് അട്ടിമറിക്കപ്പെട്ടു. ശ്രീ മന്നത്ത് NSSൻ്റെ സ്ഥാപകൻ സമുദായാചാര്യനായ ശ്രീ മന്നത്ത് പത്മനാഭനും SNDPയുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ R ശങ്കർ ഒരുമിച്ച് ഹിന്ദു മഹാമണ്ഡലം രൂപീകരിക്കുകയും ആ ഹിന്ദു മഹാമണ്ഡലത്തിൽ അങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ പേര് മാറ്റിയിട്ട് മന്നത്ത് പത്മനാഭപിള്ള എന്ന പേര് മാറ്റി മന്നത്ത് പത്മനാഭൻ എന്ന പേര് R ശങ്കരൻ എന്ന പേര് മാറ്റിയിട്ട് അദ്ദേഹം R ശങ്കർ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ ഇരു സംഘടനകളും തങ്ങളുടെ ഡയറക്ടർ ബോർഡുകളിലേക്ക് SNDPയുടെ പ്രതിനിധികളെ NSSൻ്റെ ഡയറക്ടർ ബോർഡിലും NSSൻ്റെ പ്രതിനിധികളെ SNDPയുടെ ഡയറക്ടർ ബോർഡിലും നോമിനേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് വരെ ആലോചിച്ചിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിൽ മുഖ്യമായിട്ടും കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന ഒരു ക്രിസ്ത്യൻ ശക്തിയായിരുന്നു ഈ മന്നത്ത് പത്മനാഭനെയും ശ്രീ R ശങ്കറേയും ഒക്കെ ഒരു ഹിന്ദു ഐക്യം എന്നുള്ള ഒരു ആശയം കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് കൊണ്ടെത്തിച്ചത്. അതിനുശേഷം NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ PK നാരായണ പണിക്കരും അതുപോലെ ശ്രീ വെള്ളാപ്പള്ളി നടേശനും ഒരുമിച്ച് ഒരു പ്രവർത്തിക്കാനായിട്ട് തീരുമാനിക്കുക. ആ തീരുമാനം ഒരുപാട് മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ ദൗർഭാഗ്യവശാൽ ആ തീരുമാനവും അട്ടിമറിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ പലരും വിചാരിക്കും സംവരണം എന്ന വിഷയത്തെക്കുറിച്ച് ചൊല്ലിയായിരിക്കാം ഇരു സംഘടനകളും തമ്മിൽ തർക്കമെന്നുള്ളത്. അതൊട്ടുമേ ശരിയല്ല. കാരണം ആദ്യത്തെ ഹിന്ദു മഹാമണ്ഡലം ഇല്ലാതായതും പിന്നീട് ശ്രീ PK നാരായണ പണിക്കരും ശ്രീ വെള്ളാപ്പള്ളി നടേശനും തമ്മിൽ ഉണ്ടായ ഐക്യ ചർച്ചകൾ ഒന്നും തകർന്നതിൽ സംവരണം ഒരു വിഷയമേ അല്ലായിരുന്നു. ഇരു സംഘടനകളും ഇക്കാര്യത്തിൽ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാനൊക്കെ സന്നദ്ധമായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ഇത് എങ്ങനെ പരിഹരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വരെ ധാരണയുണ്ടെന്നാണ് എൻ്റെ വിലയിരുത്തൽ. പക്ഷേ അതല്ല അവിടെ വിഷയം. ഇവിടെ ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഇതിനിടയിൽ കടന്നുകൂടുന്നു. ഇവരിൽ തമ്മിൽ മറ്റ് വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കും. വ്യക്തിപരമായി ഈ വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് പലപ്പോഴും ഈ ഐക്യത്തെ തകർത്തിരിക്കുന്നത്.
അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ റോളുണ്ട്. ആദ്യകാലത്ത് ഈ ഐക്യം തകർക്കുന്നതിൽ കോൺഗ്രസ്സിലെ ഒരു വിഭാഗം നേതാക്കന്മാർക്കായിരുന്നു പങ്ക്. അന്ന് യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ്സിനും ഇതിൽ വ്യക്തമായിട്ടുള്ള ഒരു പങ്കുണ്ടായിരുന്നു. കാരണം ആദ്യത്തെ ഹിന്ദു മഹാമണ്ഡലം തകർന്നതിന് ശേഷം അന്നത്ത് പത്മനാഭൻ്റെ അനുഗ്രഹ ആശീസ്സുകളോടുകൂടിയാണ് കേരള കോൺഗ്രസ് പിന്നീട് രൂപം കൊള്ളുന്നത്. അപ്പം ഇതിൻ്റെ പിന്നിലൊക്കെ രാഷ്ട്രീയമുണ്ടായിരുന്നു എന്നുള്ളത് തികച്ചും സത്യമാണ്. പക്ഷേ ഇനി നമുക്ക് നോക്കേണ്ടത്, ഞാൻ ആദ്യമേ പറഞ്ഞത് CPM-ൻ്റെ ഒരു കുപ്രചരണങ്ങളും ആഖ്യാനങ്ങളും. അതായത് കേരളത്തിലെ മുന്നോക്ക സമുദായങ്ങളെ, മുന്നോക്കം എന്ന് പറയപ്പെടുന്ന സമുദായങ്ങൾ, പലരുടെയും ഒരു ധാരണ ഒരു വര വരച്ചിട്ട് ആ വരയ്ക്ക് താഴെയുള്ള കേരളത്തിലെ സമുദായങ്ങളൊക്കെ പിന്നോക്കവും അതിന് മുകളിലുള്ളത് മുന്നോക്കവുമാണ് എന്നാണ്. പക്ഷേ ഇത് വസ്തുതാവിരുദ്ധമാണ്. കേരളത്തിൽ ഓരോ ജാതിയും മറ്റൊരു ജാതിയെ അപേക്ഷിച്ച് മുന്നോക്കമോ പിന്നോക്കമോ ആകാം. ഉദാഹരണത്തിന് നായർ സമുദായം, നമ്പൂതിരി സമുദായത്തെ അപേക്ഷിച്ച് ആ കാലഘട്ടത്തിൽ നായർ പിന്നോക്കമായിരുന്നു. നായരെ അപേക്ഷിച്ച് ഈഴവൻ പിന്നോക്കമായിരുന്നു. പക്ഷേ പട്ടികജാതീയ ദളിതരെ അപേക്ഷിച്ച് ഈഴവൻ മുന്നോക്കമായിരുന്നു. അപ്പം ഈ ദളിതരുടെ ഇടയിൽ തന്നെ വലിയ വേർതിരിവുകളുണ്ടായിരുന്നു. അതിൽ തന്നെ പിന്നോക്കവും മുന്നോക്കവും ഉണ്ടായിരുന്നു. അപ്പം എല്ലാ സമുദായങ്ങളും പരസ്പരം വിവേചനങ്ങൾ കാണിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ, അതാണ് അതിൻ്റെ ചരിത്രപരമായ സത്യം. ആ സത്യത്തെ മറച്ചു വെച്ച് ഇപ്പോൾ സംവരണം കിട്ടാതിരിക്കുന്ന സമുദായങ്ങൾ ഒറ്റയടിക്ക് മറ്റ് സംവരണം ലഭിക്കുന്ന സമുദായങ്ങളെ അടിച്ചമർത്തി എന്നുള്ള ഒരു ആഖ്യാനം അത് പ്രചരിപ്പിച്ചത് കേരളത്തിലെ ഇടതുപക്ഷം. എന്തെന്നാൽ അങ്ങനെ ഒരു വേർതിരിവുണ്ടായെങ്കിൽ മാത്രമേ അവർക്കിവിടെ കടന്നുകൂടാൻ കഴിയുമായിരുന്നുള്ളൂ. കേരളത്തിൽ യഥാർത്ഥത്തിൽ ജാതിക്കെതിരെയുള്ള പോരാട്ടം അത് വർഷങ്ങളായിട്ട് തുടങ്ങിയതാണ്. വിവേചനങ്ങൾക്കെതിരെയുള്ള പോരാട്ടം വർഷങ്ങളായിട്ട് തുടങ്ങിയതാണ്. അതിൽ നമ്മൾ സാക്ഷാൽ തുഞ്ചത്തെഴുത്തച്ഛൻ, അതായത് കേരള മലയാള ഭാഷയുടെ പിതാവ്, അദ്ദേഹമാണ് അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത പുരാണങ്ങളാണ് ഇന്ന് എല്ലാവരും വായിക്കുന്നത്, കേരളത്തിലെ എല്ലാ ഹിന്ദു ഭവനങ്ങളിലും വായിക്കുന്നത്. അദ്ദേഹം പോലും ജാതിക്കെതിരായിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളിലും പരാമർശങ്ങളുണ്ട്. തുല്യതയ്ക്ക് വേണ്ടിയുള്ള പരാമർശങ്ങളുണ്ട്. ഭക്തി പ്രസ്ഥാനം കേരളത്തിൽ എല്ലായിടത്തും, ഇന്ത്യയിൽ എല്ലായിടത്തും ഉള്ളതുപോലെ ഹിന്ദു മതത്തിൽ നിന്ന് തന്നെ ഉണ്ടായ ഒരു പുരോഗമന നീക്കമാണ്, റിഫോർമേഷൻ മൂവ്മെൻ്റാണ്. അതിനെക്കുറിച്ച് ഇടതുപക്ഷം പറയില്ല. അതുപോലെ തന്നെ കേരളത്തിലെ ആചാര്യന്മാരെ എടുത്തു നോക്കിയാൽ, നിങ്ങൾ നോക്കിയാൽ അറിയാം, അത്ര വലിയ അസ്പൃശ്യത ഉണ്ടായിരുന്നെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രഥമ ശിഷ്യന്മാരിൽ ഒരുപക്ഷെ 8ഓളം പ്രഥമ ശിഷ്യന്മാരിൽ 4ഓളം ആൾക്കാർ നായർ സമുദായത്തിൽ നിന്ന് ഉള്ളവരായിരുന്നു. സ്വാമി ആനന്ദതീർത്ഥനെ പോലുള്ള ഒരു ഗൗഡസാരസ്വത ബ്രാഹ്മണനും അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. ഇന്ന് നിങ്ങൾ നോക്കുക, പിന്നോക്ക സമുദായത്തിൽപ്പെട്ട മാതാ അമൃതാനന്ദമയുടെ ശിഷ്യന്മാരിൽ അവരുടെ സ്വന്തം സമുദായത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഈ മുന്നോക്കം എന്ന് പറയുന്ന സമുദായത്തിൽപ്പെടുന്നവരാണ്. കേരളത്തിൽ ഏത് സന്യാസിമാരുടെ ശിഷ്യന്മാരെയും നിങ്ങളെടുത്ത് നോക്കുക. ഈ സാംബവ സമുദായത്തിൻ്റെ ഗുരുവായിട്ടുള്ള, അല്ലെങ്കിൽ ആ സമുദായത്തിൽ നിന്നും വന്ന, അദ്ദേഹത്തിനെ ആ സമുദായത്തിൻ്റെ ഗുരു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അവരെല്ലാം തന്നെ ഹിന്ദു ആചാര്യന്മാരാണ്. അപ്പോൾ ശുഭാനന്ദ ഗുരുദേവൻ, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ എടുത്ത് നോക്കുക, നായർ സമുദായത്തിൽ നിന്നുള്ളവരായിരുന്നു. ഒരുപാട് പേർ ഇന്നും അങ്ങനെ തന്നെയാണ് ആ ആശ്രമ പരമ്പരയിൽ. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് കേരളത്തിൽ ജാതി ഉണ്ടായിരുന്നു, അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല, വിവേചനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ആ വിവേചനങ്ങൾക്ക് അപ്പുറത്ത് ഹിന്ദു സമൂഹത്തിൽ നിന്ന് തന്നെ ഉള്ള റിഫോർമേഷൻ, പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ കാലാകാലങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ CPM-ൻ്റെ ചരിത്ര വ്യാഖ്യാനങ്ങളിൽ ഇതൊന്നും കാണില്ല. ഇതിലെ നെഗറ്റീവ് ആസ്പെക്ട്സ് മാത്രമേ ഉള്ളൂ. നിങ്ങളങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാ സമുദായങ്ങളിലും ഇതുണ്ടായിരുന്നു. ക്രിസ്ത്യാനികൾ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടിട്ട് അവസാനം തിരിച്ച് അതിൽ നിന്നും മാറിയ പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ്റെ കഥ എല്ലാവർക്കും അറിയാമല്ലോ. അത്ര തുല്യത അവിടെ ആണെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലല്ലോ. ഇസ്ലാമിൽ പിന്നെ ഒരിക്കൽ മതം മാറിയാൽ നിങ്ങൾക്ക് എതിർക്കാൻ പറ്റില്ല. കാരണം അത് മതനിന്ദയായിട്ട് കരുതി നിങ്ങൾ വേണമെങ്കിൽ കൊല്ലപ്പെടാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് ഞാൻ പറയുന്നത് ഇവിടെ മാത്രമല്ല, ഇപ്പം വർഷങ്ങളായിട്ട് അതായത് ഇസ്ലാമിൻ്റെ പ്രഭവസ്ഥാനമായ അറേബ്യയിൽ നിങ്ങൾ ചെന്നാൽ അവിടെ വിവിധ ഗോത്രങ്ങൾ തമ്മിൽ വിവേചനങ്ങളുണ്ട്. ഇപ്പോൾ സൗദി അറേബ്യയിൽ എത്ര കറുത്ത അറബികൾ മന്ത്രിമാരായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും? വലിയൊരു ചോദ്യമാണിത്. പല ഭൂമി പോലും കൈവശപ്പെടുത്താനാവാത്ത ഗോത്രങ്ങൾ അറേബ്യൻ നാടുകളിലുണ്ട്. ഇപ്പോൾ വിവേചനം ലോകത്തെല്ലായിടും ഉണ്ട്.
വിവേചനം കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ് ആധുനിക മനുഷ്യൻ്റെ ശ്രമം. പല രീതിയിൽ മനുഷ്യൻ ശ്രമിക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞാൽ ഇന്നത്തെ ലോകത്ത് പണക്കാരനും പാവപ്പെട്ടവനും തമ്മിൽ എന്തുമാത്രം വിവേചനമുണ്ട്. നിങ്ങൾക്ക് അംബാനിയുടെ വീട്ടിൽ ഇടിച്ചു കയറാൻ പറ്റും. നിങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക്, അല്ല അധികാര കേന്ദ്രത്തിൽ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി ഇവരുടെയൊക്കെ അടുത്തേക്ക് ചെല്ലാൻ പറ്റും. ഇവർ റോഡിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് അവരുടെ അടുത്ത് പോയി നിൽക്കാൻ പറ്റും. ആ വിവേചനങ്ങളില്ലാത്ത സമൂഹമില്ല. അപ്പോൾ ഈ വിശാലമായ അർത്ഥത്തിൽ കണ്ടുകൊണ്ട് വിവേചനങ്ങളെ കുറയ്ക്കുക എന്നുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് പകരം ആഖ്യാനങ്ങൾ സൃഷ്ടിച്ച് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയത് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. ഇത് CPM-നാണ് അടിസ്ഥാന പങ്കുള്ളത്. കോൺഗ്രസ് ഈ ആക്ഷൻ പ്ലാനിലായിരുന്നു കോൺഗ്രസിൻ്റെ പങ്ക്. ഐഡിയോളജിക്കൽ മോട്ടിവേഷൻ ഇതിന് കൊടുത്തത് CPM-ആണ്, ലെഫ്റ്റ് പാർട്ടികളാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ ഞാൻ പറയുന്ന മുസ്ലിം ലീഗിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. മുസ്ലിം ലീഗിന് അതിൻ്റെ ഗുണഫലങ്ങൾ കിട്ടിയിട്ടുണ്ടാകാം. പക്ഷേ മുസ്ലിം ലീഗോ ജമാഅത്തോ ഇസ്ലാമിയോ ഒന്നുമല്ല. കാരണം നമുക്ക് ഈ നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥിതികളെ കറുപ്പും വെളുപ്പുമായിട്ട് വേർതിരിക്കാൻ അങ്ങനെ പറ്റില്ല. ഇതിനിടയ്ക്ക് ഒരുപാട് ഗ്രേ ഏരിയാസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് കറുപ്പും വെളുപ്പും ചാര പ്രദേശങ്ങൾ എന്ന് വേണമെങ്കിൽ ഒരു മലയാളം വ്യാഖ്യാനം നമുക്ക് നടത്താം. എന്തായാലും ശരി, ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ വരുമ്പോഴും കേരളത്തിൽ വിശാലമായൊരു ഹിന്ദു ഐക്യം രൂപപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അത് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും തമ്മിൽ മാത്രമല്ല, കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ കാരണം കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ധനശേഷി വർദ്ധിച്ചതും അവരുടെ രാഷ്ട്രീയ ശക്തി വർദ്ധിച്ചതും ഡെമോഗ്രഫിക്കലി അവർ കേരളത്തിലെ ഏറ്റവും വലിയ സമുദായമായതുമൊക്കെ മറ്റ് സമുദായങ്ങളെ തീർച്ചയായിട്ടും പുതിയ കൂട്ടായ്മകൾ രൂപപ്പെടാനുള്ള ഒരു കാരണമായിട്ടുണ്ടാവാം. അതിൽ തർക്കമില്ല. എന്തായാലും ഈ കൂട്ടായ്മകൾ ഒരു സ്പർദ്ധ വളർത്താനുള്ള ഒരു ഉപകരണമായിട്ട് മാറാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സമുദായങ്ങൾ സംഘടിക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. അവരവരുടെ ഉന്നമനത്തിന് വേണ്ടി അവനവൻ ശ്രമിച്ചില്ലെങ്കിൽ പിന്നെ ആര് ശ്രമിക്കാനാണ്? തീർച്ചയായിട്ടും നല്ലതാണ്. അത് ഒരു ഇതര സമുദായങ്ങളുടെ സ്പർദ്ധയിലേക്ക് അത് നയിക്കാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം ഇതിവിടെ അവസാനിപ്പിക്കാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.